അടുത്ത വർഷം നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ടൂർണമെൻറ്റിനെ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ കാര്യമായി ബാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. കാരണം 19 രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതിന് വിലക്കുണ്ട്, ആളുകളുടെ ട്രാവലിന് ബാൻ ചെയ്തിരിക്കുന്നു. എന്ന് മാത്രമല്ല 36 രാജ്യങ്ങൾക്ക് കൂടി പാർഷ്യലായിട്ട് ഭാഗികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ആഫ്രിക്കയിലും ഏഷ്യയിലുമുള്ള രാജ്യങ്ങളാണ്. ഇവിടെയാണ് ഈ ഫുട്ബോൾ ഭ്രാന്തന്മാർ ഉള്ളത്. അവിടെ നിന്നുള്ള ആളുകളൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സ്ഥിതി വരും. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനും ഹെയ്ത്തിയും ഈ വേൾഡ് കപ്പിൽ 2 സുപ്രധാന രാജ്യങ്ങളാണ്. ഈ 2 രാജ്യങ്ങളും ഈ വേൾഡ് കപ്പിൽ കളിക്കാനായിട്ട് യോഗ്യത നേടിയിട്ടുമുണ്ട്. അപ്പോൾ കളിക്കാർക്കൊരു പക്ഷേ പ്രശ്നമില്ലായിരിക്കും. പക്ഷേ ഈ കളിക്കാരോടൊപ്പം ഇവിടെ വരാനായിട്ടും ഇവരെ പ്രോത്സാഹിപ്പിക്കാനും ഈ കളി കാണാനും വേണ്ടി ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരിക എന്നുള്ളത് പ്രയാസമായി തീരും. അവർക്കാർക്കും വിസ കിട്ടാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. ഈ കളികളിലാണെങ്കിൽ നല്ലൊരു പങ്ക് 78 ഗെയിംസ് അവരുടെ നടക്കുന്നതിൽ 60ഉം അമേരിക്കയിലാണ് നടക്കുന്നത്. സാധാരണ പല രാജ്യങ്ങളിലായിട്ടാണ് പോകുന്നത്, പക്ഷേ ഇപ്രാവശ്യം അമേരിക്കയിലാണ് കൂടുതലെന്ന് തോന്നുന്നു. അമേരിക്ക, മെക്സിക്കോ, കാനഡ ഈ 3 രാജ്യങ്ങളാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെ പല രാജ്യങ്ങളിൽ നിന്നും ഈ ഫുട്ബോൾ ഭ്രാന്തന്മാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കളിയുടെ ശോഭയങ്ങുമങ്ങും ആളുകൾ പിന്നെ ഈ ഗാലറിയിൽ കാണികളുടെ എണ്ണം കുറയും. അതുപോലെ തന്നെ ആ ആവേശം കെട്ടടങ്ങും, ആവേശത്തിന് മങ്ങലേൽക്കും. ഇതൊക്കെയാണ് ആളുകൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ തന്നെ ഈ കളി കാണണമെങ്കിൽ കടുത്ത പിന്നെ ടിക്കറ്റ് ചാർജാണ്. അപ്പോൾ ആ ടിക്കറ്റ് ചാർജ് അത്രയും ടിക്കറ്റ് ചാർജ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് മിക്കവർക്കും സാധ്യമായിട്ടുള്ള കാര്യമല്ല. എങ്കിൽ കൂടി അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ട് ആളുകൾ കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെയൊക്കെയാണ് ഈ ട്രാവൽ ബാൻ നിരുത്സാഹപ്പെടുത്തുന്നത്. അവർക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു എന്ന് പറയുന്ന ആ കളിയുടെ തന്നെ ശോഭ കെടുത്തിക്കളയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും മാറ്റം പിന്നെ അടുത്ത മാസത്തിനകം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ, ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇളവുകൾ ഉണ്ടാകുമോ എന്നാണ് ഇനി കാണേണ്ടിയിരിക്കുന്നത്. അതിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ കളിപ്രാന്തന്മാർ പഴയതുപോലെ ഉണ്ടാവില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെ. അതിൻ്റെ ഇടയ്ക്കാണ് 1-2 ഇമിഗ്രേഷൻ കാര്യം കൂടി. നമുക്കറിയാം ഈ അമേരിക്കൻ പൗരൻ ആകുന്നതിൻ്റെ അവസാന ഘട്ടമാണ് നമ്മൾ പോയി ഓത്തെടുക്കുക, കൈ പൊക്കി നമ്മൾ അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കൻ പൗരനായിട്ട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുക. അത് പിന്നെ ആ ഒരു കടമ്പയിൽ വരെ എത്തണമെങ്കിൽ എത്രയോ കാലമെടുത്ത് ഏതെല്ലാം തരത്തിലുള്ള കടമ്പകൾ കടന്നാണ് നമ്മൾ അവിടം വരെ എത്തുന്നത്. ഇപ്പോൾ ഗ്രീൻ കാർഡ് 5 വർഷം പിന്നെ ഗ്രീൻ കാർഡിൽ ഇവിടെ ജീവിക്കണം. പിന്നെ ഈ പിന്നെ സിറ്റിസൺഷിപ്പിനുള്ള ടെസ്റ്റ് പാസ്സാകണം, ഇൻ്റർവ്യൂ പാസ്സാകണം. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒടുവിലത്തെ ഘട്ടമാണ് ഈ പ്രതിജ്ഞ എടുക്കുക. അപ്പോൾ അതിന് പ്രതിജ്ഞ എടുക്കാനായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ബോസ്റ്റണിൽ ആ പ്രതിജ്ഞ എടുക്കാനായിട്ട് ചെന്ന കുറേ പേരെ അവിടെ വെച്ച് അവരെ തിരിച്ചയച്ചു എന്ന്. ഈ 19 രാജ്യങ്ങളിൽ നിന്ന് പ്രസിഡന്റ് ട്രാവൽ ബാൻ പ്രഖ്യാപിച്ച ആ 19 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരോട് പ്രതിജ്ഞ എടുക്കേണ്ടെന്ന് പറഞ്ഞു വിട്ടു എന്ന് കുറച്ച് പേര്. ചിലർക്ക് പിന്നെ വേറൊരു ഡേറ്റ് കൊടുത്തു, പക്ഷേ എല്ലാവർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ എത്രയോ സങ്കടകരമായൊരു കാര്യമാണ് അവർ അവിടം വരെ എത്തിയിട്ട് അവർ തിരിച്ചു പോരേണ്ടി വരിക എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ന്യൂയോർക്കിൽ പല കൗണ്ടികളിലും അപ്സ്റ്റേറ്റിൽ പല കൗണ്ടികളിലും ഈ ഇമിഗ്രേഷൻ സത്യപ്രതിജ്ഞ നടത്തേണ്ട ആ ചടങ്ങ് മാറ്റിവെച്ചിരിക്കുന്നു. പിന്നെ ആ ചടങ്ങ് നടന്നാൽ മതി, ചടങ്ങ് നടന്ന് അവർ പ്രതിജ്ഞ എടുത്താൽ ഓത്തെടുത്തു കഴിഞ്ഞാൽ അവർ പൗരന്മാരായി. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ആ കോടതികൾക്കൊന്നും ജൂറിസ്ഡിക്ഷൻ ഇല്ല, അവരുടെ അധികാരപരിധിക്ക് പുറത്താണ് അവിടെ പിന്നെ ഈ സത്യപ്രതിജ്ഞ നടത്തിയാൽ ഓത്ത് നടത്തിയാൽ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. കോടതികളിൽ ഇതുവരെ ഒക്കെ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്, പെട്ടെന്ന് അത് മാറ്റിവെച്ചിരിക്കുന്നത്. അത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഇപ്പോൾ ബോസ്റ്റണിൽ നടന്നത് ഈ 19 രാജ്യങ്ങളിൽ നിന്നുള്ളവരെ മാത്രം ബാധിക്കുന്നതാണ്. ഇത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യം. അപ്പം ഈ ഓത്തെടുക്കാൻ പോലും അവിടെ ചെന്നിട്ട് കൂടി ആ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കെന്ന് പറയുന്ന പോലെ അത് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ എത്രയോ ഖേദകരമായൊരു കാര്യമാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ എല്ലാ രീതിയിലും അവരെ വെറ്റ് ചെയ്തിട്ടാണ് അവർ ഈ അവസ്ഥ വരെ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവരെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അതും എത്രയോ ദുഃഖകരമായൊരു കാര്യമാണ്. എന്തായാലും അവർക്ക് പിന്നെ എന്തെങ്കിലും നിയന്ത്രണം എന്തെങ്കിലും വ്യവസ്ഥയോടുകൂടി ഓത്തെടുക്കാനുള്ള സൗകര്യം ഉണ്ടാകുമായിരിക്കും, താമസിയാതെ ഉണ്ടാകുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അങ്ങനെ ഉണ്ടാവണം. അവർ നമ്മളെപ്പോലെ തന്നെ ആ പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി എത്രയോ സന്തോഷത്തോടുകൂടി എത്രയോ പ്രതീക്ഷയോടുകൂടി വരുന്നതാണ്. അപ്പോൾ അവിടെ അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖകരം തന്നെ. അതിനൊരു മാറ്റമുണ്ടാകുമെന്ന്
നമുക്ക് കരുതാം. അതുപോലെ തന്നെ ഇന്ന് കണ്ട വേറൊരു സ്റ്റോറി, ഈ ഒരു സ്ത്രീ 20 വർഷമായിട്ട് അവർ വിസയിൽ വന്നു, പിന്നെ 20 വർഷമായിട്ട് ഇവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുകയാണ് ചെയ്യുന്നത്, പിന്നെ അങ്ങ് താമസിച്ച് പോകുന്നു. അപ്പോൾ അവർ ഈയിടയ്ക്കെങ്ങാണ്ട് പിന്നെ ഒരു പട്ടി, ഒരു കുട്ടി, പിന്നെ അതിൻ്റെ അമ്മ അവരുടെ മേലെ കാപ്പി ഒഴിച്ചു, ചൂട് കാപ്പി ഒഴിച്ചു. എന്തോ പട്ടിയെന്തോ ശല്യപ്പെടുത്തുകയോ എന്തോ ചെയ്തതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. എന്തായാലും അവർ ഇല്ലീഗലാണെന്ന് അപ്പോൾ പോലീസ് വന്നു അന്വേഷിച്ചു. അപ്പോഴാണ് അവർ മനസ്സിലാകുന്നത് ഇവർ ഇല്ലീഗലായിട്ട് താമസിക്കുന്നതാണെന്ന്. അപ്പം ഐസ് വന്ന് അവരെ പൊക്കിക്കൊണ്ടുപോയി. അപ്പോൾ അവരെ പിന്നെ നാട് കടത്താനായിട്ട് ഒരുങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് വേണം. കുറ്റകൃത്യങ്ങളിലൊക്കെ ഇൻവോൾവ്ഡ് ആവുന്നത് പിന്നെ ആലോചിച്ച് വേണം. അതുപോലെ തന്നെ മുൻകാലത്ത് എന്തെങ്കിലും ചെറിയ തെറ്റുകളോ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ പിന്നെ ഈ യാത്രയും മറ്റും ഒഴിവാക്കുന്നതും എപ്പോഴും നല്ലതായിരിക്കും. വിദേശത്തേക്ക് മാത്രമല്ല, ആഭ്യന്തര യാത്രയിൽ പോലും ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മുടെ റിപ്പോർട്ടുകൾ വായിക്കാറുണ്ട്. എന്തായാലും കരുതലോടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.